പ്രസന്നനാണ് മാളയിൽ നിന്ന്. സി പ്രസന്നൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ നരേന്ദ്രമോദിയുടെ വരവ് വമ്പൻ പ്രഖ്യാപനം ഉണ്ടാവും എന്നൊക്കെയായിരുന്നു പ്രതീക്ഷ, അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു വ്യാഖ്യാനം. പക്ഷേ അങ്ങനെ പ്രഖ്യാപനം ഒന്നും ഉണ്ടായില്ല. പക്ഷേ അത് അവർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ചില രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ ഇതിനൊപ്പം നടത്തുന്നുമുണ്ട്. അത് എങ്ങനെയാണ്, വോട്ടാകുമോ? നമസ്കാരം സാർ. നമസ്കാരം. ഈ നരേന്ദ്രമോദിയുടെ മനസ്സിൽ എന്റെ ഒരു കാഴ്ചപ്പാടില് ഇതിപ്പോ ഇനിയിപ്പോ ഇലക്ഷൻ തുടങ്ങാൻ ചൂട് പിടിക്കാൻ തുടങ്ങണല്ലേ ഉള്ളൂ. ഉള്ളത് മുഴുവൻ ഇപ്പൊ നമ്മള് എന്താ പറയാ, പെരുന്നാളിന് ഗുണ്ട് പൊട്ടിക്കുമ്പോ അവസാനം പൊട്ടിക്കാൻ എന്തെങ്കിലും മാറ്റി വെക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് കല്ല് വെട്ടണതാവുന്നു. 2 മാസം കൂടി കഴിഞ്ഞിട്ട് ഇനി ഒരു വരവും കൂടി വരാനുണ്ടാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കും മാറ്റി വെച്ചേക്കണെന്ന് ഞാൻ വിചാരിക്കണം. പിന്നെ ഈ ഇലക്ഷനിൽ തോൽക്കുക ജയിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്കറിയാമല്ലോ. നമ്മുടെ ജനാധിപത്യത്തില് ഇപ്പൊ ഇന്ദിരാഗാന്ധി തോറ്റിട്ടുണ്ട്, രാഹുൽ ഗാന്ധി തോറ്റിട്ടുണ്ട്. പിന്നെ വടക്കേ ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള പല എംപിമാരും BJP എംപിമാരും തോറ്റാണെന്ന് ഇപ്പൊ നിലയിലെത്തിയത്. നമ്മുടെ കരുണാകരൻ തോറ്റിട്ടുണ്ട്, EMSന്റെ മകൻ ഞങ്ങളുടെ മാളയിൽ തോറ്റിട്ടുണ്ട്. അപ്പൊ നേതാക്കന്മാര് തോൽക്കും ജയിക്കും ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ സുരേഷ് ഗോപി ജയിച്ചില്ല എന്ന് നമ്മുടെ ഒരാള് പറഞ്ഞു മുമ്പ്. സുരേഷ് ഗോപി ജയിച്ചില്ലേ? അപ്പൊ അവിടെ BJPക്കാർ നിറച്ചുണ്ടായിട്ടൊന്നല്ല ജയിച്ചത്. ചിലപ്പോഴൊക്കെ ജനങ്ങൾ തീരുമാനിക്കുമ്പോൾ ഒരു ഓളത്തിന് വരുമ്പോ ജനങ്ങൾ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ തീരുമാനിക്കുന്നതെന്നൊന്നും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ 100% അടിപ്പെട്ട് അല്ലെങ്കിൽ കീഴ്പ്പെട്ട് ജീവിക്കുന്നവർക്ക് കുറെ കാര്യങ്ങൾ പറയാൻ പറ്റും. നമ്മുടെ നാട്ടിലും നല്ലൊരു ശതമാനം ജനങ്ങളും ഈ അതായത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ചിന്തിക്കുന്നവരുണ്ട് നമ്മുടെ നാട്ടില്. അതുകൊണ്ടാണല്ലോ മാറ്റം സംഭവിക്കുന്നത്. ഇപ്പൊ അങ്ങനെ മാറ്റം സംഭവിക്കുമ്പോൾ ചില മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ മാറി വരുമ്പോ ജനങ്ങൾക്ക് ആവേശം വന്നിട്ട് എന്തൊക്കെയാ സംഭവിക്കാന്ന് നമുക്ക് തീർത്തും വരില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ തിരുവനന്തപുരത്ത് വരുമെന്ന് പറഞ്ഞോ? ഈ തിരുവനന്തപുരം മേയർ BJPയുടെ മേയർ പ്രധാനമന്ത്രി സ്വീകരിക്കും എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും കളിയാക്കി. ഇപ്പൊ അത് സംഭവിച്ചു. ചിലപ്പോ ജനങ്ങൾ വോട്ട് ചെയ്ത ജനങ്ങളാണ് അന്തിമമായിട്ട് തീരുമാനിക്കുക. ഇതെന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോ എന്തായാലും BJP എന്റെ കാഴ്ചപ്പാടില് മോശമാവാത്ത ഒരു പ്രകടനം അടുത്ത അസംബ്ലി മണ്ഡലത്തിൽ നടത്തും. അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടെന്നാണ് ഇപ്പൊ എനിക്കൊരു മൊത്തത്തിൽ. ഇപ്പൊ ഈ സാബു ജേക്കബിന്റെ വരവോട് കൂടിയിട്ട് നമ്മുടെ എറണാകുളം മേഖലയില് 2-3 സീറ്റൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് പുതിയ സാഹചര്യത്തില്. അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ എന്തായാലും വരില്ല എന്ന് ആരും അങ്ങനെ പറയുന്നത് ഒരു ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യമാണ്. ജനങ്ങൾ തീരുമാനിച്ചാൽ എന്തും നടക്കും. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾക്ക് അടിമപ്പെട്ടിട്ടുള്ള വോട്ടുകൾ കൂടാതെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന ഒരു ജനവിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ വോട്ടുകൾ എങ്ങനെ പോകും എന്ന് നോക്കിയിട്ടായിരിക്കും നമ്മുടെ ജനവിധി. എന്തായാലും എനിക്ക് തോന്നുന്നത് അടുത്ത ഒരു അസംബ്ലി എന്താ പറയാ പാർലമെന്റ് അസംബ്ലി കൂടുമ്പോ BJPയുടെ മോശമല്ലാത്ത MLA മാര്, അതായത് ഭരണത്തിൽ സ്വാധീനിക്കാൻ പറ്റുന്ന, അതായത് ഇതിനകത്ത് സുഹൃത്ത് പറഞ്ഞ പോലെ ഈ 68 വരുമ്പോ എങ്ങനെ സംഭവിക്കും എന്ന് പറയാൻ പറ്റില്ല. പിന്നെ പോയി അതെങ്ങനെ അന്നേരത്തെ കളികളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, മുൻകൂട്ടി പറയാൻ പറ്റില്ല. അങ്ങനെയാണ്. ഇരുമ്പലിക്കൊന്നുമല്ലല്ലോ രാഷ്ട്രീയം എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഇപ്പൊ നമുക്ക് മാറ്റങ്ങൾ വേണ്ടി വരും ചിലപ്പോ. ഒരിക്കൽ ഞങ്ങളുടെ MLA ആയിരുന്ന പോൾക്കോക്കാട്ട് പേര് മറന്നു, സോറി, വിജയനാണ് കൊല്ലത്ത്. വിജയൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തിരുവനന്തപുരം നഗരത്തിന് BJP ഭരണം കിട്ടിയപ്പോൾ പ്രധാനമന്ത്രി വന്നു. ആ പ്രധാനമന്ത്രിയുടെ വരവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ പ്രഖ്യാപനങ്ങളും ഒക്കെ അടുത്ത നിയമസഭയിൽ ഏതെങ്കിലും തരത്തിൽ BJPക്ക് ഗുണമാവാൻ സാധ്യതയുണ്ടോ? നമസ്കാരം. BJP അവിടെ അധികാരത്തിൽ വന്നതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും സാറേ, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും. അധികാരത്തിൽ BJP വന്നാൽ മറ്റ് കക്ഷികൾ, ഇവിടെ ഇപ്പൊ ഭരിക്കുന്ന കക്ഷികളെ പോലെ കള്ളത്തരങ്ങളും കൊള്ളയും ഇതും ഒന്നും ഇല്ലാതായി ഇവിടെ നല്ലൊരു ഭരണം കാഴ്ച വെക്കണമെങ്കിൽ മോദിയുടെ ഭരണം തന്നെ വരണം, BJP എന്ന പാർട്ടിയുടെ ഭരണം തന്നെ വരണമെന്നാണ് ഈ നാട്ടിൽ ഇപ്പം ഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്നത്. എന്ന് വിചാരിച്ച് മൊത്തത്തിൽ ഞങ്ങൾ ശ്രീ വിജയൻ, ഈ ഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഭൂരിപക്ഷം പോയിട്ട് ഒരു 4-1 അല്ലെങ്കിൽ 5-1 ആളുകളെങ്കിലും ചിന്തിച്ചിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ വോട്ട് BJPക്ക് കിട്ടുകയും ജയിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. അല്ല, ഞാനത് പറഞ്ഞോട്ടെ. ഈ 101 വയസ്സുള്ള CPM-ന് 1 സീറ്റാ ലോകസഭയിൽ, 101 വയസ്സുള്ള CPM-ന് 1 സീറ്റാ. ഞങ്ങൾക്ക് കൊണ്ട് സാറേ 1 സീറ്റ്. 1 സീറ്റല്ല കേട്ടോ, 1 സീറ്റല്ല. അത് പോട്ടെ, എന്തായാലും പറഞ്ഞോളൂ. അല്ല, ഇവിടെ കേരളത്തിലെ കാര്യം. അതുപോലെ തന്നെ ഇപ്പൊ കോർപ്പറേഷനും
സാറ് ഈസിയായിട്ടൊക്കെ തള്ളിയത് കളയണ്ട. ഇത് എങ്ങനെ വരുമെന്നൊക്കെ നമുക്ക് ഇനി കണ്ടറിയാം. അത് മാത്രമല്ല, ഇത് കേരളത്തിൽ BJP വന്നതുകൊണ്ട് ശ്രീ വിജയൻ, എന്ത് സംഭവിക്കുമെന്ന് കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കിട്ടിയ വോട്ട് ഷെയറിൽ നിന്ന് വല്ലാതെ കുറവാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. അതാകുമല്ലേ, അതങ്ങനെ വരുമല്ലേ. ഞങ്ങൾ ഇത് നേരത്തെ സംസാരിച്ചതാ, അത് വരുമല്ലേ. അത് ആ രീതിയിലാണ് ഇവര് ഓരോ ഡിവിഷനും ശരിയാക്കി എടുത്ത് ആ രീതിയിലാണല്ലോ വോട്ട് പിടിക്കരുത് എന്ന് വിചാരിച്ചത്. തിരുവനന്തപുരത്ത് ഇത് ചെയ്തതാ, ഈ കൊല്ലത്തും ഇത് ചെയ്തതാ. കൊല്ലത്ത് എന്നിട്ട് 12 സീറ്റ് കൊല്ലത്ത് പിടിച്ചു, 6 അപ്പം സാറ് ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും അല്ല കാര്യങ്ങൾ പോകുന്നത്. പിന്നെ അവര് വന്നെന്ന് കേട്ടില്ല സാറേ കുഴപ്പം. BJP 15 കൊല്ലമില്ലേ, 15 കൊല്ലം പൂർത്തിയാക്കാൻ പോകുന്നു. BJP ഇത് ആര് ഭരണം വരണ്ട എന്നൊക്കെ നമ്മളല്ലല്ലോ. ഭൂരിപക്ഷം വരുന്ന ജനത്തിന് BJP നല്ലതാണെന്ന് തോന്നിയാൽ BJPയെ സ്വീകരിക്കും. BJP അങ്ങനെ നല്ലതാണെന്ന് കേരളത്തിലെ ഭൂരിപക്ഷം ജനതയ്ക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് BJPക്ക് കേരളത്തിൽ ഭരണം അല്ലെങ്കിൽ MLA-മാരെ കിട്ടാത്തത്. അങ്ങനെ മറിച്ച് തോന്നിയാൽ അവർക്ക് കിട്ടുകയും ചെയ്യും. അത് അവരുടെ കൂടുതലും ഈ മറ്റ് പാർട്ടിക്കാരുടെ തള്ളും അവരുടെ കള്ളത്തരങ്ങൾ പറഞ്ഞ് ജനങ്ങളെ അങ്ങനെ കള്ളത്തരം പറഞ്ഞ് വിശ്വസിക്കുന്ന അത്ര മണ്ടന്മാരാണോ കേരളത്തിലെ ജനം? കേരളത്തിലെ ജനത്തിന് വലിയ രാഷ്ട്രീയ സാക്ഷരതയും ബോധവും ലോകപരിചയവും ഒക്കെ ഉള്ള മനുഷ്യരില്ലേ? അവര് നന്നായി ചിന്തിക്കുന്നില്ലേ? മറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്തെ പോലും കമ്പയർ ചെയ്യാൻ കഴിയുന്നതിനപ്പുറം ലോകപരിചയമുള്ളവരല്ലേ മലയാളികൾ? ഇപ്പൊ സാറ് കണ്ടോ, ഇത്രയും കാലം മിണ്ടാതിരുന്ന ഒരു കാര്യം അവരെടുത്തിട്ട് കണ്ടോ, ഉമ്മൻചാണ്ടിയുടെ മകനെടുത്തിട്ട് കണ്ടോ. മകൻ അതെന്തെങ്കിലും ആട്ടെ, അതല്ലല്ലോ വിഷയം. ജനങ്ങൾ ആരറിഞ്ഞു? അല്ലല്ല, ഞാൻ പറഞ്ഞ ആ വിഷയമല്ല ഞാൻ പറഞ്ഞത്. ജനങ്ങൾ ആരറിഞ്ഞു ആ വിഷയം ജനങ്ങൾ ആരറിഞ്ഞു? ഈ കേരളത്തിലെ ജനങ്ങൾ ഇത് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇതൊക്കെ പലതവണ ചർച്ചയായിട്ടുള്ള വിഷയമാണ് ശ്രീ വിജയൻ. എന്തായാലും അത് ഇതുമായി നേരിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ KG കുമാറാണ് കൊട്ടാരക്കരയിൽ. ശ്രീ KG കുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? നരേന്ദ്രമോദിയുടെ വരവും പ്രഖ്യാപനവും ഒക്കെ BJPക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ നേട്ടമാവാൻ സാധ്യതയുണ്ടോ? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും BJPക്ക് നേട്ടം ഉണ്ടാവും. എന്തായാലും BJPയുടെ സാന്നിധ്യം തീർച്ചയായും അറിയിക്കും. അപ്പൊ എന്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-ൽ കുറയാതെ 10-നും ഇടയ്ക്കുള്ള സീറ്റ് BJP പിടിക്കും എന്നാണ് എന്റെ ഇത് കാര്യം. ഈ KG കുമാർ അങ്ങനെ 5-ൽ കുറയാതെ സീറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഈ താങ്കൾ കൊട്ടാരക്കരക്കാരനാണല്ലോ, കൊല്ലം ജില്ലയിൽ എവിടെയെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ? ഇല്ല, കൊല്ലം ജില്ലയിൽ പിന്നെ കിട്ടാൻ സാധ്യത കുറവാണ്. ആലപ്പുഴ കിട്ടാൻ സാധ്യതയുണ്ടോ? ആലപ്പുഴ കിട്ടും, തിരുവനന്തപുരം കിട്ടും. ആലപ്പുഴ എവിടെയാണ് കിട്ടാൻ സാധ്യത? ആലപ്പുഴ പിന്നെ ചിലപ്പം ശോഭാ സുരേന്ദ്രൻ എവിടെയാണ് മത്സരിക്കുന്നതെന്ന് വെച്ചാൽ ചെങ്ങന്നൂരാണോ എവിടെയാണെന്നുള്ളത് ഇവർ തീരുമാനമായിട്ടില്ലല്ലോ. അപ്പൊ ശോഭാ സുരേന്ദ്രൻ നിൽക്കുന്ന ഒരു മണ്ഡലം ഏതാണെന്ന് ഫിക്സ് ആയിട്ടില്ല, അത് എന്തായാലും കിട്ടും. പിന്നെ തിരുവനന്തപുരത്ത് ഏറ്റവും കുറഞ്ഞത് 2-3 സീറ്റ് തിരുവനന്തപുരത്തും കിട്ടും. കാര്യം ഇതുവരെ ഉള്ള പോലെ അല്ല ഇനി അങ്ങോട്ട്. അത് തീർച്ചയായിട്ടും ഈ 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.